Hello children, so let's discuss titration curves. Okay, ഒരു ടൈട്രേഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആസിഡ് ബേസ് ടൈട്രേഷനിൽ ദ പ്ലോട്ട് ഓഫ് ദ പി എച്ച്, അവിടെ പി എച്ച് ആണല്ലോ വേരിയ. ഒരു ആസിഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ഓർ വെൻ യു സ്റ്റാർട്ട് വിത്ത് ആൻ ആൽക്കലിയുടെ പി എച്ച് 14 ആ ഭാഗത്തേക്ക് ആവും. ഒരു പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 0 to 14 ആണല്ലോ, 7 ഇസ് ന്യൂട്രൽ. അപ്പോൾ നമ്മുടെ ബീക്കറിലുള്ളത് ഇസ് മെയിൻലി യുവർ ആൽക്കലി. ഓക്കെ, അപ്പോൾ അത് ഈ ഭാഗം എവിടെയെങ്കിലും ആവും. ആൻഡ് വെൻ യു സ്റ്റാർട്ട് ആഡിങ് ആസിഡ് പി എച്ച് മാറിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ ആ ആൽക്കലിയുടെ OH കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So what we are seeing is the plot is basically of the plot of pH versus volume of acid. Okay, ഇതിനെയാണ് നമ്മൾ ടൈട്രേഷൻ കർവ് എന്ന് നമ്മൾ പറഞ്ഞത് ഫോർ ആസിഡ് ബേസ് ടൈട്രേഷൻ. ഓക്കെ, ഈ ടൈട്രേഷൻ ഈ ഗ്രാഫിൽ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈട്രേഷൻ കർവ് എന്ന് പറയുന്നത്. ആൻഡ് എപ്പോഴും നമ്മുടെ വോള്യൂം ഓഫ് ദ ടൈട്രൻറ്റ്, ഓക്കെ, ദ വോള്യൂം ഓഫ് ദ ടൈട്രൻറ്റ്, അതായത് ബ്യൂററ്റിൽ എടുക്കുന്നത്, ഓക്കെ, ദാറ്റ് ഈസ് the independent variable. Okay, and depending on this volume the pH changes. Okay, so pH is my dependent variable. അപ്പോൾ എപ്പോഴും which means that dependent variable നമ്മൾ എപ്പോഴും y ആക്സിസിലാണ് വയ്ക്കുക ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ഓൺ ദ x ആക്സിസ്. സോ ഇതുപോലെയാണ് നമ്മൾ ടൈട്രേഷൻ നമ്മൾ ചെയ്യണത്. Okay, so now let us consider the conditions. Okay, നമുക്കിപ്പോൾ ഒരു ടൈട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ let us see for this particular, let's take the case of acid base titration. Okay, ഒരു ആസിഡ് ബേസിൽ സ്ട്രോങ്, now acids are strong and weak. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡ് എന്താന്ന് പറയണത് വെച്ചാൽ one that will almost ionize completely to give A minus and H plus. വീക്ക് എന്ന് പറയുന്നത് അവിടെ ഡിസോസിയേഷനാണ് നടക്കുക. ഓക്കെ, ദാറ്റ് ഈസ് HA നമ്മൾ ഈ ആരോ ആണ് എടുക്കുക, റിവേഴ്സിബിൾ, ദാറ്റ് ഈസ് H പ്ലസ് ആൻഡ് A മൈനസ്. അപ്പോൾ ഈ HA അത്രയും കൂടുതൽ H പ്ലസും A മൈനസ് ആയിട്ട് ഇറ്റ് വിൽ നോട്ട് ഗിവ് യു ദാറ്റ് മച്ച്. സോ ദിസ് ഇസ് എ വീക്ക്. സെയിം കേസ് വി സേ ഫോർ എ സ്ട്രോങ് ബേസ് ഇസ് വൺ ദാറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി അയനൈസ് ടു ഗിവ് OH ടു ഇറ്റ്സ് അയോൺസിന് തരുന്നത്. മറ്റേത് ഡിസോഷിയേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഇക്വിലിബ്രിയത്തിൽ എല്ലാവരും റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒന്നിച്ച് ഇരിക്കുന്നതിനെയാണ് നമ്മൾ വീക്ക് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ടൈട്രേഷൻ ഇവിടെ നമ്മൾ ഒരു ആസിഡ് ബേസ് ടൈട്രേഷനിൽ ന്യൂട്രലൈസേഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, now strong acid, strong base, I've already drawn all those. Okay, just to, so the first ഇതിൽ നമ്മൾ ഈ കേസാണ് സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് കണ്ടീഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ടൈട്രേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ എടുക്കുന്നത് ഇസ് ആർ HCl ആൻഡ് NaOH. അപ്പോൾ ഈ HClഉം NaOHും റിയാക്ട് ചെയ്യുമ്പോൾ HCl പ്ലസ് NaOH, ഓക്കെ, aqueous, എനിക്ക് ഐ ഗെറ്റ് NaCl aqueous പ്ലസ് H2O ലിക്വിഡ്. ഇത് നമ്മളിപ്പോൾ അതിൻ്റെ അയോണിക് കോമ്പണൻസ് ആയിട്ട് ഞാൻ എഴുതുകയാണെങ്കിൽ ഐ ഹാവ് H പ്ലസ് Cl നെഗറ്റീവ് പ്ലസ് Na പ്ലസും ഇടാം. ഓക്കെ, I can write it a little bit better. I can write it as H plus aqueous plus Cl negative aqueous plus Na plus aqueous plus OH negative aqueous giving Na plus aqueous and Cl negative aqueous plus H2O liquid. Okay, now ഇവിടെ ഈ റിയാക്ഷൻ നമ്മളിപ്പോൾ സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഐ ഹാഡ് H പ്ലസ്
and OH negative aqueous, which gave me H2O liquid. ഇതാണ് നമ്മുടെ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ ആ ഒരു നെറ്റ് റിയാക്ഷൻ. ആൻഡ് ദിസ് ഐ നോ ഇറ്റ് ഈസ് ന്യൂട്രൽ pH. ഓക്കെ, സോ സംഭവം ഇവിടെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ എടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ആസിഡ് നമ്മൾ ബ്യൂററ്റിന് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഇവിടെ 14 ആണ്, അറൗണ്ട് 14, അതായത് ആൽക്കലി വളരെ ഹൈ എന്താ പറയുക, pH ഇസ് ടുവേർഡ്സ് 14. സോ അപ്പോട്ടെ നമ്മൾ ഇറ്റ് ഈസ് ഹിയർ. ഓക്കെ, ദ പോയിന്റ് ഇസ് ഹിയർ വേർ ദർ ഇസ് സീറോ, എന്താ പറയുക, സീറോ ആസിഡാണ് ഈ കണ്ടീഷൻ, ദിസ് വൺ ഹിയർ. Now what happens when you're adding എന്താ പറയുക HCl ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്? ഓക്കെ, ഇത് ആ എന്താ പറയുക ഈ റിയാക്ഷൻ നടക്കും. ഓക്കെ, ദ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ് ആൻഡ് വാട്ടർ ഇസ് ബീങ് ഫോംഡ്. ആൻഡ് there what is happening is that there is not much ചേഞ്ച്. ഓക്കെ, അപ്പോൾ 14 ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇവിടെ എത്തിയിട്ട് സഡൻ, ഓക്കെ, ന്യൂട്രലൈസേഷൻ പോയിന്റിൽ സഡൻ ഡ്രോപ്പാണ് ഇവിടെ കണ്ടോ, ഒരു കുത്തണ ഇറക്കമാണ് നമ്മളിവിടെ കാണുന്നത്, ഒരു സ്റ്റീപ്പ് പ്ലഞ്ച് നമ്മൾ പറയും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വാട്ട് യു സീ ഇൻ ദിസ് ടൈട്രേഷൻ. ആൻഡ് ഈ റേഞ്ച്, അവരുടെ റേഞ്ചാണ് നമ്മൾ കാണുന്നത്, ഫ്രം 3 to 10 ഉള്ള റേഞ്ചാണ്. ഓക്കെ, സോ ദിസ് ഇസ് around 3 here and this is around 10. So between 3 to 10 ആണ് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് നമ്മൾ ആക്ച്വലി ന്യൂട്രലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു ഹാവ് ആൻ ഇൻഡിക്കേറ്റർ വിച്ച് വിൽ ബി വർക്കിംഗ് ഇൻ ദിസ് റേഞ്ച് 3 to 10. അപ്പോൾ നമ്മൾ ഫിനോഫ്തലിനോ മീഥൈൽ ഓറഞ്ച് നമ്മൾ എടുക്കുന്നത്. Okay, so this is strong acid versus strong base. Now let me take the case of strong acid versus weak base. ഇവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത് സ്ട്രോങ് ആസിഡ് HCl പ്ലസ് ഇഫ് ഐ ട്രീറ്റ് ഇറ്റ് വിത്ത് അമോണിയ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഐ ഗെറ്റ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, സോ ഇവിടെ എന്താ ഉള്ളത് വെച്ചാൽ, ദിസ് ഇസ് നൗ യു ആർ ഗോയിങ് ടു ദിസ് ഇസ് എ ടിപ്പിക്കൽ ഇസ് വിത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ്. The base here is ammonium hydroxide. Okay, and what you are seeing is that നമുക്ക് വീക്ക് ബേസ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ നമ്മൾ ഈ ഭാഗത്ത് ടൈട്രേഷൻ 0 നിന്ന് നമ്മൾ 1 ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ തന്നെ pH പെട്ടെന്ന് ഇവിടെ താഴും. കണ്ടോ, പെട്ടെന്ന് താഴണ കാരണം എന്താ വെച്ചാൽ ഇതൊരു സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ടാണ്. എന്നിട്ട് അപ്പോൾ ദെൻ ഇറ്റ്സ് ഒരു ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്ന് ന്യൂട്രലൈസേഷൻ പോയിന്റിൽ അത് പെട്ടെന്നുള്ളൊരു ഡിക്രീസ് ഇവിടെ കാണും. പക്ഷേ ആ കുത്തനെ ഇറക്കം കുറച്ച് കമ്മിയായി ഇവിടെ. ഇറ്റ് ഈസ് ലെസ് സ്റ്റീപ്പ്. ഓക്കെ, ഡിക്രീസിങ് വളരെ കുറച്ചുകൂടി പതുക്കെയാണ് നടക്കണേ. നൗ വൈ ഇസ് ദാറ്റ് ഹാപ്പനിങ്? ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സി, അമോണിയം ക്ലോറൈഡും അമോണിയം എന്താ പറയുക ഹൈഡ്രോക്സൈഡ് കൂടിയിട്ട് ഒരു ബഫർ ഉണ്ടാവും. ഓക്കെ, സോ അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് കൂടെ ഇറ്റ് ഈസ് ഷോയിങ് എ ബഫർ ആക്ഷൻ. ഒരു ബഫർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വൺ ദാറ്റ് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH. Buffer resists change in pH. ഓക്കെ, അപ്പോൾ ആ ഒരു ബഫർ ആക്ഷൻ ഇവിടെ വരുന്നുണ്ട്. യു വിൽ സീ ദാറ്റ് ദ ഇക്വലൻസ് പോയിൻ്റ് ഇതിൻ്റെ ശരി എന്താ പറയുക, ഇറ്റ് വിൽ ബി അറ്റ് എൻ അസിഡിക് പോയിന്റ് ബിലോ 7. ഈ കേസിൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി അറ്റ് ദ ന്യൂട്രൽ point. Okay, equivalence is at the neutral pH. In this case you will see that it goes below 7 and it is a bit acidic. Okay, ഒരു pH approximately 5-ൻ്റെ ഒക്കെ അടുത്താണ് ഇത് വരണത്. Okay, and this is mainly because ഈ ammonium chloride hydrolyze it gets hydrolyzed. Okay, hydrolysis നടക്കും.
And then so ഇതിൻ്റെ ആ പി എച്ച് റേഞ്ച് നമ്മൾ കാണുന്നത് ഇസ് ബേസിക്കലി ഫ്രം 3 to 7. അപ്പോൾ കണ്ടോ കുറഞ്ഞു പോയി ആ ഒരു റേഞ്ച്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ് 3 to 7 ആയിട്ട് ചേഞ്ച് കാണുന്നത് മാത്രമേ എടുക്കാവൂ. ആൻഡ് അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ മീഥൈൽ ഓറഞ്ച് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് വി കം ടു ദ കേസ് ഓഫ് ദിസ് കേസ്. ഓക്കെ, ദിസ് വൺ ഈസ് എ weak acid versus a strong base. Now ഇതിൻ്റെ ഒരു വീക്ക് ആസിഡിൻ്റെ എക്സാമ്പിളാണ് അസറ്റിക് ആസിഡ്. ഓക്കെ, സോ അസറ്റിക് ആസിഡ് when it reacts with a strong base sodium hydroxide, okay, I will get CH3COO Na aqueous and H2O liquid. ഇവിടെയും നോക്കിക്കോളൂ, this salt and its acid. എപ്പോഴും വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ് വിത്ത് ഇറ്റ്സ് സോൾട്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് സോൾട്ട് വെച്ചിട്ട് നിൽക്കുമ്പോൾ ഇറ്റ് ഫോംസ് എ വെരി ഗുഡ് ബഫർ. ഇവിടെയും ഒരു ബഫർ ആക്ഷനാണ് ഈ അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റിൻ്റെ കാരണം. ഓക്കെ, സോ ആൻഡ് ഹിയർ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വാട്ട് യു വിൽ സീ ഇസ് ദാറ്റ് നമ്മൾ HCl ആദ്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വലിയ ചേഞ്ച് യു ഡോണ്ട് സീ മച്ച് ചേഞ്ച്. ഓക്കെ ഓക്കെ, എക്സസ് ആയി വരുമ്പോൾ പെട്ടെന്ന് ഇത് ഡിഫറൻസ് വരും. ഓക്കെ, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു ഇങ്ങനെ കാണുന്നത്, പക്ഷേ ഇവിടെയും സ്റ്റീപ്നെസ് ആദ്യത്തെ കേസിനെക്കാട്ടിലും കുറവാണ്. ഇവിടെ എന്താ കാരണം വെച്ചാൽ ആ പി എച്ച് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ ഡിപ്പ് ചെയ്യല്ലേ, ആ ഡിപ്പ് ചെയ്യണ സമയത്ത് ഇതൊരു ബഫർ ആക്ഷൻ കാരണം ആ പി എച്ച് ചേഞ്ച് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഭയങ്കര വ്യത്യാസങ്ങൾ അത് വരില്ല. അതിൻ്റെ ഇക്വലൻസ് പോയിൻ്റ് എപ്പോഴും 7-നേക്കാട്ടിലും മീതെ ആയിരിക്കും, ബിക്കോസ് ഇവിടെ സ്ട്രോങ് ബേസ് ആണ്. and that is because of the hydrolysis of our sodium acetate. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ചേഞ്ച് കാണുന്നത് 7 to 12-ലാണ് കാണുന്നത്. ആൻഡ് സോ വി യൂസ് phenolphthalein. Okay, indicator. The last is the titration between a weak acid and a weak base. ഓക്കെ, നൗ ദിസ് ഇസ് എ വെരി നല്ലതല്ല, ഇത് ഒട്ടും നമുക്ക് ഷാർപ്പായിട്ട് കിട്ടില്ല. ഈ മറ്റേ കേസിലൊക്കെ ഒരുമാതിരി ഷാർപ്പായിട്ട് നമുക്ക് ഈ പി എച്ച് ചേഞ്ച് കാരണം വി ആർ സീയിങ് ദ ഇക്വലൻസ് പോയിന്റ്. ഈ കേസിൽ എന്താ വെച്ചാൽ രണ്ടും വീക്ക് ആയതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി 7-ലാണ് അതിൻ്റെ ഇക്വലൻസ് പോയിന്റ് വരുന്നത്. ഒരു എക്സാമ്പിൾ ഉള്ളത് നമുക്ക് ഈ രണ്ടുപേരെ എടുക്കാം. അസറ്റിക് ആസിഡും യു ക്യാൻ ടേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് വെർ യു ഹാവ് അമോണിയ കമ്മിങ്. ഓക്കെ, ആൻഡ് ഐ ഗെറ്റ് ammonium acetate. Okay, so this is my typical. ഇത് രണ്ടും വീക്ക് ആയതുകൊണ്ട് അതിൻ്റെ വളരെ നല്ലൊരു ഗ്രാഫ് അല്ല നമുക്ക് കിട്ടണത്. അതായത് ഇങ്ങനെ ഒട്ടും സ്റ്റീപ്പല്ല, ഒരു ജസ്റ്റ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും നമുക്ക്. ആൻഡ് വി ജനറലി നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ചെയ്യാൻ. ആൻഡ് ഈവൻ ദ പി എച്ച് ചേഞ്ച് വളരെ സ്ലോ ആയതുകൊണ്ട്, അതായത് നമുക്ക് നല്ല ഷാർപ്പ് പി എച്ച് കിട്ടിയാലാണ് നമുക്ക് ഈ കളർ ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇൻഡിക്കേറ്ററും കാണിക്കുള്ളൂ. ബട്ട് ഹിയർ പി എച്ചിൻ്റെ വളരെ സ്ലോ ആണ്. ഓക്കെ, പി എച്ച് ചേഞ്ചസ് ഇസ് സ്ലോ ആൻഡ് സോ determination is very difficult. and ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആർ ബ്രോമോ, thymol blue, അല്ലെങ്കിൽ ബ്രോമോ thymol yellow. Okay, and blue is used at usually 7.6 pH, മറ്റേത് 6.0. Okay, പക്ഷെ അത്ര വലിയ സുഖമുള്ളത് അല്ല. Now let's talk about another set of reaction. For example, നമ്മുടെ HCl titration with sodium carbonate. Okay, ഇത് നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ സോഡിയം കാർബണേറ്റ് will require 2 moles of HCl to form NaCl2 and carbon dioxide with H2O. Okay, so നമ്മൾ ഇതിൻ്റെ പ്ലോട്ട് നമ്മൾ നോക്കുമ്പോൾ വാട്ട് യു വിൽ സീ ഇസ് ദാറ്റ് നമുക്ക് 2 പോയിന്റ് കാണും. ഓക്കെ,
അതായത് ഒരേ കോൺസെൻട്രേഷൻ്റെ ഞാൻ സോഡിയം കാർബണേറ്റും HCl എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, സെയിം കോൺസെൻട്രേഷൻ. ദെൻ നമ്മൾ വോള്യൂം നമ്മൾ നോക്കുമ്പോൾ യു ഷുഡ് റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് 1:2 റേഷ്യോ, വിച്ച് മീൻസ് ദാറ്റ് 1 mole will require 2 moles of 1 mole of sodium carbonate requires 2 moles of HCl. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, ഇഫ് ഐ ഹാഡ് ടേക്കൺ 10 ml ഓഫ് സോഡിയം കാർബണേറ്റ്, okay, then my titer value will be at 20 ml of HCl. Now I'll tell you why. Because 10 into, suppose I took the molarity as M1, okay, and this is coming at, say, we don't know the volume of my HCl, okay, into M1 തന്നെ വരികയാണെങ്കിൽ, okay, but here you need to check the molar ratio, right? So this will not work. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. molarity equation will be divided. You have to divide it. വേണ്ടേ? You have to divide it by the number of moles that is in your reaction. Okay, so ഇങ്ങനെ വരുമ്പോൾ you will see that you will need 20 ml of the same molarity നമ്മൾ എടുത്ത 20 ml of HCl, 10 ml of Na2CO3 will എന്താ പറയുക, the end point will happen only after you add 20 ml of എന്താ പറയുക HCl. okay, so ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, what you are actually seeing is a graph like this. okay, ആദ്യം pH ഇങ്ങനെ കുറയും. okay, and then the first point you get here, and then you will get second point. So ഇവിടെ എന്താ here at this stage, okay, so you have two points, okay, you have to think of. ആ രണ്ട് പോയിന്റിൽ what you're seeing is, at the first stage you don't have carbon dioxide being given off. okay, അവിടെ സോഡിയം ബൈകാർബണേറ്റ് ആണ് ഉണ്ടാവുന്നത്. okay, that is sodium carbonate is reacting with HCl to give NaCl and sodium bicarbonate. അപ്പോൾ ഇവിടെ നമ്മുടെ അതാണ് ഇവിടെ no CO2 വരുന്നത്. okay, then what happens is that again this sodium bicarbonate will react again with HCl to give sodium carbonate and sodium chloride and carbon dioxide. ഇവിടെയാണ് carbon dioxide evolve ചെയ്യുന്നത്. okay, here you will see CO2 is evolved. അവിടെയാണ് നമ്മുടെ ആ CO2 is coming out of the reaction. okay, so that is why you have two endpoints പോലെ കാണും, and you have to be very careful to take it at this point. This is the complete reaction. okay, another example when you ഇതേപോലെ ഉള്ളത് is when you take sodium hydroxide and you take oxalic acid. ഇവിടെ ഈ റിയാക്ഷനിൽ എന്താ വെച്ചാൽ, oxalic acid okay reacts to give COOH, അതായത് ഇതൊരു ഡൈപ്രോട്ടിക് ആസിഡാണ്. 2 H+ അയോൺസ് ഇറ്റ് ക്യാൻ ഗിവ് ഔട്ട്. ഓക്കെ, 2 protons to a base. സോ 2 സ്റ്റെപ്പിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ because of this that is why you are seeing again, like നമ്മൾ ഇതിന് കണ്ട പോലെ you will see you will see the graph is different. that is നമുക്ക് ഇവിടെ pH 14, pH is increasing and I have 7 here somewhere. You will see that initially നമ്മുടെ ആ ഗ്രാഫ് മൂവ് ചെയ്യുന്നത് will be, see, to first go like this, first reaction കഴിഞ്ഞിട്ട് then you will see here. okay,
This is how the reaction. So that is ഇവിടെ ആദ്യം നമ്മൾ sodium hydroxide you are adding into the acid. So അതുകൊണ്ടാണ് acid is a lower pH. അതാണ് തിരിഞ്ഞു പോയിരിക്കുന്ന ഗ്രാഫ്. ഓക്കെ, യു ആർ ആഡിങ്, ഇവിടെ നമ്മുടെ വോള്യൂം ഓഫ് NaOH ആണ്, പ്യൂരിറ്റിൽ NaOH ആണ് നമ്മൾ എടുത്തേക്കുന്നത്. So you will see that the curve is in this form and this is the correct end point. Okay, so this is because you have, you know, in between there are reactions happening in between. Okay, അതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കേസസിൽ. Then we come to pH indicators.